ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. നീ ലൈക്ക് കണ്ടോ? ഇല്ല, കാണണ്ടേ? കാണണം. ഇന്ന് ഞാൻ കാണും. സിനിമ കണ്ട സിനിമ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇതാകുമ്പോ സിനിമയെ കുറിച്ച് എല്ലാം അറിയുകയും ചെയ്യാം, ആസ്വദിക്കുകയും ചെയ്യാം. ദേഷ്യം വരൂല്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമ്മുടെ മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റൂലേ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യെസ്, എന്തായാലും റോസ്റ്റർ ചച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് വീഡിയോ LIKന്റെ ഇതൊരു പേട്ടപ്പടാണ്. അതെ, LIK അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റോസ്റ്റ് ചച്ചുവിന് ചെയ്യാൻ പറ്റട്ടെ. ചെയ്തിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്താണെങ്കിലും നോക്കാം. ഓക്കെ. ലവ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ലൈക്ക് എന്നും പറയാറുണ്ട്, നമ്മളതിനെ ഡിസ്ലൈക്ക് എന്നാണ് പറയുന്നത്. അന്ന് തന്നെ പറഞ്ഞു കണ്ടപ്പോ ഡിസ്ലൈക്ക്. ഓക്കെ, അപ്പോൾ എത്ര ഡിസ്ലൈക്ക് കിട്ടും എന്നുള്ളത് നോക്കാം. യെസ്, റെഡി. ഓക്കെ ചച്ചു, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപരാധത്തിനെ കുറിച്ചാണ്. ഈ പടം നടക്കുന്ന 2040 ചെന്നൈയിലാണ്. അവിടെ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് കൊട വിൽക്കണ്. എത്ര മനോഹരമായ പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്നത് PR സ്റ്റാറാണ്. അപ്പൊ അറിയാലോ, മിനിമം 2 നായകന്മാര് മസ്റ്റാണ്. പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടറിനും PR-നും കാണാൻ ഓരോ പോലെയാ. പടം തുടങ്ങുന്നത് SJ സൂര്യ 2040 ഒരു ഫ്രഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോടീശ്വരനാവും. എന്താന്നറിയോ? സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന ഒരു ആപ്പ്. ഇത് ഡയറക്ട് ചെയ്തതിന് നിങ്ങൾ സമ്മതിക്കണം. ശരിക്കും നിങ്ങൾ ഈ പടത്തിന്റെ പേര് LIK എന്ന് മാറ്റിയിട്ട് LKG എന്ന് ഇടണം. അപ്പൊ കറക്റ്റ് ആവും. പിന്നെ ഇവരുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചില്ല് കീറി മുറിച്ചിട്ട് അതിൽ 2 ബട്ടൺസ് ഒട്ടിച്ച പോലത്തെ ഒരു ഫോണും പിന്നെ 2 റിങ്ങും അതിൽ കുറച്ച് സെൻസറും കുറച്ച് ക്യാമറ ഉണ്ട്. ഒളി ക്യാമറേനൊക്കെ ഭയങ്കര ടെക്നോളജി ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവര്. ഞാനൊരു വലിയ സംഭവം അല്ലേ. പിന്നെ ഇവരുടെ ആപ്പായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവര് കുളിക്കുന്നതും കിടക്കുന്നതും പെടുക്കുന്നതും എല്ലാം ഇവർക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പടത്തിന് കുറെ റോബോട്ടുകളും കുറെ ഡ്രോണുകളും കുറെ പറക്കണ വണ്ടികളും ഒക്കെ കാണിക്കും. കുറച്ചു നേരം കഴിയുമ്പോ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വണ്ടികൾ മോഡിഫൈ പോലും ചെയ്യാണ്ട് അങ്ങനെ ഇട്ടിട്ട് കുറെ നേരം കാണിക്കും. പിന്നെ ചെന്നൈയിലെ ഒരു സ്ഥലം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും PR-നുള്ള സ്ഥലം ഭയങ്കര പ്രകൃതിയും മരങ്ങളൊക്കെ ഉള്ള സ്ഥലം. എനിക്ക് തോന്നണം IPL ചെന്നൈ കുറെ ഡോട്ട് ബോളുകൾ വാരി കൂട്ടിയില്ലേ, എന്നിട്ട് കുറെ മരം നട്ടില്ലേ, ആ സ്ഥലമാണെന്ന് എനിക്ക് തോന്നണേ. ശുദ്ധമായ ഓക്സിജൻ കാരണം അവിടെ മനുഷ്യന് ശ്വാസം മുട്ടിട്ട് ഇരിക്കാൻ വയ്യ. പിന്നെ PR-ന്റെ ഒരു തന്തിയും ചേച്ചിയൊക്കെ ഉണ്ട്. അവളൊരു ദിവസം ഫോൺ നോക്കി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ച് പടവും. അതോടുകൂടി ഇവന്റെ തന്ത ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവനോട് പറഞ്ഞിട്ട് അവിടെ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കും. ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു പഞ്ചായത്ത്. ഇവന്റെ തന്തി അറിയാണ്ട് SJ സൂര്യയുടെ കമ്പനിയിലെ അസിസ്റ്റന്റിനുള്ള സൗണ്ട് ഡബ് ചെയ്യാനായിട്ട് പോവും. എന്നിട്ട് ഈ കാര്യം ഇവന്റെ തന്തി അറിഞ്ഞിട്ട് വൺ സീനാവും. പിന്നെ ഡബ്ബയില് പൈസ വാങ്ങാനായിട്ട് SJ സൂര്യയുടെ കമ്പനിയിൽ കൂട്ടുകാരും കൊണ്ടുപോയിട്ട് പൈസ വാങ്ങും. പിന്നെ ആ കമ്പനിയിൽ SJ സൂര്യയുടെ കൂടെ ഒരു ഫ്രീക്ക് ഗ്ലാസ് വെച്ചൊരു ഡൂഡുണ്ട്. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി കാശ്. പിന്നെ അവിടുന്ന് പൈസ വാങ്ങിയിട്ട് മഴയത്ത് നടന്നു വരുന്ന സമയത്ത് ഒരു റീലോളി പെണ്ണിനെ കണ്ട് ക്രഷ് അടിച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡോക്ടർ അവളെ കണ്ട് ക്രഷ് അടിച്ചിട്ട് നിനക്ക് അറ്റാക്ക് വന്നതാന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കും. ഞാൻ കണ്ട സിനിമയില് 2040 ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കണ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ LKG പിള്ളേര് വരെ കളിയാക്കും. പിന്നെ റീലോളി പെണ്ണിനെ കുറിച്ച് പറയണെങ്കിൽ അവളൊരു വെറുപ്പി പെണ്ണാണ്. അവളെപ്പ കാട്ടിയാൽ ഈ സിനിമയുടെ ക്യാമറമാൻ അവളുടെ മുഖം കാട്ടിയില്ലെങ്കിലും ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെ വല്ല വയറ് കാണൽ ചടങ്ങിന്റെ വീഡിയോ ആണ് ഞാൻ കാണുന്നതെന്ന് വരെ തോന്നിപ്പോണ ലെവലിലാണ് അങ്ങേര് ഇങ്ങനെ കാട്ടി വെച്ചേക്കണേ. ഇങ്ങനെ മെഴുകുക. അതെ, ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. പിന്നെ ഇവളുടെ ചെറുപ്പകാലത്തില് ടച്ചിങ്. ആ വലിയ വീട്ടിൽ ഞാൻ
ഒറ്റയ്ക്കായിരുന്നു. റീല് കണ്ടോണ്ടിരിക്കുന്ന അമ്മ, നൈറ്റ് പാർട്ടി നടക്കുന്ന തന്ത, ആകെ എനിക്ക് കൂടി ഉണ്ടായിരിക്കുന്നത് അസിസ്റ്റന്റ് മാത്രം. പിന്നെ ഇവളുടെ പിന്നാലെ കോഴിത്തരം കാട്ടി നടക്കണ ഒരു കുണുവാവിയുണ്ട്. ഒരു ചപ്രാച്ചി വിഗും വെച്ചിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണ. ആരാണ് ചിരിക്കണേ? പിന്നെ ഒരു ദിവസം ഇവളുടെ അമ്മ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് സൈബർ ക്രൈമിന് കേസ് എടുത്തിട്ട് നമ്മുടെ PR എണ്ണന്റെ പട്ടിക്കാട്ടിൽ ഇവരെ കൊണ്ടാക്കും നന്നാവാൻ വേണ്ടിട്ട്. കുട്ടി പോലത്തെ ഒരു വലിയ മിഷൻ ഉണ്ട്. ഒരു വലിയ സംഭവമായിട്ടൊക്കെ അത് കാണിക്കണ. ഇത് എന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡ് എടുത്ത് തരും. അല്ല ഇത് നമുക്ക് തന്നെ ചെയ്തുകൂടെ? എന്തിനാണ് ഈ മെഷീൻ ഇവിടെ വെച്ചേക്കുന്നത്? പിന്നെ ചെയ്യാനായിട്ട് വിളിക്കും. അപ്പൊ അവള് LKG ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ പ്രേമിക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവൻ പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ട് അവര് ഡേറ്റ് ചെയ്യും. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഹാലോയിൻ പാർട്ടിക്ക് പോകും. എന്നിട്ട് അവളെ കണ്ട ആരും പേടിക്കില്ല. മേക്കപ്പ് ഒന്നും കൂടി സെറ്റ് ആക്കണമെന്ന് അവനോട് പറയുമ്പോ അവൻ പോയിട്ട് അവന്റെ കൈ കുത്തി പൊളിച്ചിട്ട് അവന്റെ ചോര എടുത്ത് അവൾക്ക് കൊടുക്കും മേക്കപ്പ് ചെയ്യാനായിട്ട്. സ്നേഹം കൊണ്ടാ. പിന്നെ ഇവള് വൈറലാവാൻ വേണ്ടിട്ട് ഒരു റീല് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇവിടെ നടന്നു പോണ പോലത്തെ ഒരു റീല്. എന്നിട്ട് ഇവരത് എടുത്തിട്ട് അത് വൈറലാവും. നാട്ടുകാരൊക്കെ ഇത് ഒറിജിനലാന്ന് വിശ്വസിക്കും. അല്ല ഈ AI ഉള്ള കാലത്തൊക്കെ ആരെങ്കിലും ഇത് വിശ്വസിക്കോ? അതും പോരാണ്ട് ഈ AI ചെയ്യേണ്ട കാര്യത്തിന് ഇവൻ അടിയിൽ ടേബിളും പിടിച്ച് ശ്വാസം മുട്ടി ചാവാനായിട്ട് പോവും. ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പൊങ്ങി തന്നെ ശവമായിട്ട് എന്റെ ഭാര്യ. എന്നാലും ഇതൊക്കെ 2040 നടക്കണ കാര്യമായിട്ട് എഴുതി വെച്ച അണ്ണനെ സമ്മതിച്ചേ പറ്റൂ. പിന്നെ 2040 കൊണ്ട് വിശ്വസിച്ചിട്ട് ചേട്ടാ ചേട്ടന്റെ ഹൃദയം ഞാൻ എടുക്കണ ഒരു റീല് ചെയ്താലോ? പിന്നെ ഒരു രണ്ടുപേരും കൂടി ഡിംഗോളിഫിക്കേഷൻ നടത്താൻ വേണ്ടിട്ട് കോണ്ട് ഓർഡർ ചെയ്യും. അപ്പൊ അത് ഡ്രോണിലൊക്കെ വരും. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഇവരുടെ LKG ആപ്പിൽ ഇവരുടെ ലവ് സ്കോർ നോക്കും. അപ്പൊ 100-ൽ 3% മാച്ച് കാണിക്കുള്ളൂ. എന്നിട്ട് ഇവൻ കലിപ്പാവും. ആ ആപ്പ് കറക്റ്റാ. ഒന്നാമത് ഈ പ്രാന്തി പെണ്ണിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അതും കൂടെ ഫോണും ഇല്ല നെറ്റും ഇല്ലാണ്ട് ആ പട്ടിക്കാട്ടില് താമസിക്കാന്ന് പറഞ്ഞാൽ അതും ചില്ലറ പരിപാടിയല്ല. ആ ആപ്പ് കറക്റ്റാ. പിന്നെ അവൻ ആപ്പ് കംപ്ലൈന്റ് ആയതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കൂട്ടുകാരിനെ നോക്കുമ്പോ 93 മാച്ച് കാണിക്കും. എന്നിട്ട് അവള് കുറെ നേരം കരയും. എന്നിട്ട് ഡൂഡിലുള്ള പോലെ മൂച്ചവ പേച്ചവ കഴിയുന്നില്ല. ബാക്കിയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവൻ SJ സൂര്യനെ പോയി കണ്ടിട്ട് നിന്റെ ആപ്പ് ഞാൻ പൂട്ടിക്കൂടാന്ന് പോയിട്ട് പറയും. എന്നിട്ട് ഹാർട്ട് കൊണ്ടാണ് പ്രേമിക്കണ, ആപ്പ് കൊണ്ടല്ല എന്ന് പോയിട്ട് പറയും. നിങ്ങപ്പോ ചോദ്യം ഹാർട്ട് കൊണ്ട് എങ്ങനെ പ്രേമിക്കാന്ന്? കാരണം ഇതൊരു പേട്ടപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവനെ ആപ്പ് പൂട്ടിക്കാൻ വേണ്ടിട്ട് ഓരോ വീഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ കഥാപ്രസംഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വീഡിയോ വൈറലാവാൻ വേണ്ടിട്ട് ഒരു പെണ്ണിന്റെ വയറും കാട്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ കഥാപ്രസംഗം ഒരു 5 മിനിറ്റ് കിടന്ന് പറയും. മനസ്സിലായി? എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവന്റെ വീഡിയോ കണ്ടിട്ട് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കുറഞ്ഞിട്ട് ആ ലവ് സ്കോർ ഒക്കെ ഉള്ളതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരും കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് പോലെ ലാക്കിയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. 2040 ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് വീഡിയോ ആണോ ഒന്ന് കൺഫേം പോലും ചെയ്യാണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കും. എന്നാ സാർ ഇന്ന കാലത്ത് തന്നെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് 2040 ഇല്ല എന്ന് പറയുന്നത് എന്താ സാർ? ഫോട്ടോസും വീഡിയോസും കണ്ട് വിശ്വസിച്ച് പറ്റിക്കപ്പെടാൻ ഇത് 2025 അല്ല. സൂര്യൻ ബ്രോ, ഭായ് ബ്രോ. ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. നീ വന്ന് കഥാപ്രസംഗം പറഞ്ഞിട്ടാണോ 2040 ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവാൻ? പിന്നെ ഇതിന്റെ ഇടയിൽ മറ്റേ പെണ്ണിനെ ഇവൻ പോയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇവരുടെ കമ്പനി ഇവൻ കാരണം പൊളിഞ്ഞ കാരണം SJ സൂര്യ പോയിട്ട് ഇവനെ ഇടിച്ചു കൂട്ടി സൈഡാക്കും. എന്നിട്ട് ആ റീലോടി പെണ്ണിന്റെ അടുത്ത് പോയിട്ട് അവനായിട്ട് ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ അവനെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ഇവള് കേട്ടിട്ട് അവള് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് അവനോട് പോയി പറയും. എന്നിട്ട് അപരാധം കണ്ടിട്ട് നമ്മളും കരയും. പിന്നെ അവസാനം അവള് മറ്റവൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് അവനോട് പറയും. എന്നിട്ട് അവൻ പോയിട്ട് SJ സൂര്യനെ അവിടുത്തെ റോബോട്ടുകളെയൊക്കെ ഇടിച്ചു കൂട്ടി സൈഡാക്കും. അങ്ങനെ അവസാനം ഈ 2 അപരാധങ്ങളും കൂടി ഒന്നിക്കും. പിന്നെ LKG ആപ്പ് അങ്ങ് നിരോധിക്കും. എത്രത്തോളം പുരോഗമിച്ചാലും ഒരു ഹൃദയം ചെയ്യേണ്ട ജോലികൾ യന്ത്രത്തിന് എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം അതുപോലും യന്ത്രത്തിന് എടുത്തു കൊടുക്കണം.
എടേ ഹാർട്ടിന് എങ്ങനെയാടെ ഇത് പ്രേമാണെന്നൊക്കെ മനസ്സിലാവാ, അത് ബ്രെയിനല്ലേ മനസ്സിലാവാ. അങ്ങനെ പടം കഴിഞ്ഞു. പിന്നെ ഈ പടത്തിൽ ഒരു ലോഡ് റെഫറൻസ് വെച്ചിട്ടുണ്ട്. നാളെ റെഫറൻസ് ഒക്കെ 2040 വെച്ചിട്ടുണ്ട്. സൂര്യ ബ്രോ, വായ് ബ്രോ. പിന്നെ IPL സൂര്യവംശി കളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വയസ്സായ പോലെ ഫോട്ടോ വെച്ചേക്കണ്. 2040 ആയിട്ടുണ്ടെങ്കിൽ അവന് 29 വയസ്സാവുള്ളൂ. എന്നിട്ട് എന്തിനാണ് അവനെ വയസ്സായ പോലെ കാട്ടിയേക്കണേ? നിനക്ക് എന്താ വയ്യൊരു റെഫറൻസ് വെക്കാൻ വയ്യല്ലേ നിനക്ക്? റോസ്നല്ല കേട്ടോ ആ സിനിമ. വായ് ബ്രോ, വായ് ബ്രോ, ചച്ചു ബ്രോ, ഇത് എന്താണ് ബ്രോ ഇങ്ങനെയാണോ ചെയ്യാ? അതെ, ഇതില് ഇത്തിരി കൂടി കടുപ്പിക്കണ്ടായിരുന്നോ? കാരണം എന്തറിയോ, ഇത് ഭയങ്കര അപരാധമാണ്. ആ ലാസ്റ്റിലേക്കൊക്കെ ആള് ഒഴിവാക്കി പോകുന്നതും മറ്റേ അതിനുശേഷം ഓക്കെ ആകുന്നതും കാര്യങ്ങളും ഒക്കെ കോമഡിയാണ്. ഭയങ്കര ആളുടെ മോഡലൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഗ്ലാസ് ഒക്കെ മറ്റേ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഏതാ 2040 ആളുടെ കണ്ടെത്തൽ എന്തൊക്കെ അറിയോ? 2040 പ്രധാനമായ കാര്യം, അതായത് നമുക്ക് മറ്റേ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഡെലിവറി ബോയ്സ് വരില്ലേ, ഇതിലാ വരുന്നത് ചെറിയ മറ്റേ ഇതില്, അത് ഡ്രോണിൽ സൂപ്പറായിട്ടുണ്ട്. കിടക്കാച്ച. ഞാൻ ഈ ഡ്രോണിൽ കൊടുത്തു വരുന്ന സമയത്ത് 2040 പ്ലാസ്റ്റിക് കവർ തന്നെയാ. പക്ഷെ ഒരു 50 പൈസേന്റെ കവറിൽ ഒരു സാധനം കൊടുത്തു. അതാ പറഞ്ഞേ, അത് വളരെ മികച്ച സാധനം. കാരണം എന്താ, അതൊന്നും മാറില്ല, അത് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് വിപത്തായിട്ട് തന്നെ അവിടെ കിടക്കും. അത് മാത്രം വേണമെങ്കിൽ കൈയടിക്കാം. ആ ഒരു സാധനം മാത്രം നോട്ട് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ, ബാക്കിയൊക്കെ കണക്കാ. അല്ല, ഇതിൽ വേറെ നോട്ട് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട്. വയറായിരിക്കും അത് വേറെ, അത് വേറെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ മൊത്തത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ നമ്മുടെ കാമുകിക്ക് അല്ലെങ്കിൽ വൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കുകയാണല്ലോ ചെയ്യാം. ഇതങ്ങനെയല്ല. ഇതൊരു പ്രൊഡ്യൂസറായി കണ്ടെത്തി കുറച്ച് നടിമാരെയൊക്കെ ഒപ്പിച്ചിട്ട് ഒരു സിനിമ അങ്ങ് ചെയ്യും. എന്നിട്ടൊരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങ് കൊടുക്കും. കണ്ടോ, എത്ര കാലം കഴിഞ്ഞാലും ഹൃദയം കൊണ്ട് പ്രേമിക്കണം. ആ സാധനം ഭീകരമായ മെസ്സേജ് കൊടുക്കുകയാണ്. അത് നേരിട്ട് ഭാര്യനോട് പറഞ്ഞാൽ പോരെ, മറ്റേ ഇത് പറയണ പോലെ തന്നെ മെമ്മറി കാർഡ് ഊരാൻ എന്തിനാണേ ഒരു മെഷീൻ, മെമ്മറി കാർഡ് ഊരി വെച്ചാ പോലെ. ഇത് ചോദിക്കാൻ എനിക്ക് വേറൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ചോദിക്കണ്ട അല്ലേ, വെട്ടിയെടുത്ത കോണമിച്ചിട്ടേ ചോദിക്കണ്ട, ചെയ്യണ കാര്യങ്ങളോ അതാ പറഞ്ഞ ചോദിക്കണ്ട. അയ്യോ, അതാ ഞാൻ പറഞ്ഞേ, പറയാനുള്ള നേരിട്ട് ഭാര്യനോട് പറഞ്ഞ പോരെ, വെറുതെ എന്തിനാ അതിന് ഇത്രയും കോടി മുടക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും റോസ്റ്റ് കൊള്ളാം. ഒന്നും കൂടി ഒന്ന് ദമ്മാക്കായിരുന്നു കേട്ടോ, അതായത് നല്ലപോലെ കൊടുക്കായിരുന്നു അല്ലേ? അതാ എനിക്ക് തൃപ്തിയാണല്ലോ. അതായത് ഒരു നീ എന്റെ ഭാര്യ, നീ എനിക്ക് 2 കുട്ടികളെ തരണം. വേണ്ട വേണ്ട, പക്ഷേ നീ എന്ത് ചെയ്യുന്നു ഇതുപോലെ അല്ലാതെ, അതായത് മറ്റേത് ആപ്പ് വഴി 2 കുട്ടികളെ തരുന്നത്. ശരിക്കും അതും കൂടി ഉൾപ്പെടുത്തായിരുന്നു കേട്ടോ സിനിമയിൽ. പിന്നെ അല്ല, ഇവിടെ നടക്കുന്നത് ഇങ്ങനെയും ഇവിടെ നടക്കുന്നത് ഇങ്ങനെയും എന്താണെങ്കിലും വ്യത്യാസമുണ്ടല്ലേ. പിന്നെ വാങ്ങിക്കായിട്ട് അപ്പൊ സിനിമയിൽ ഇത് കൊണക്കാറിയുള്ളൂ. അതെന്തേലും അങ്ങനെയാണല്ലോടാ, മറ്റുള്ളവർക്കല്ലേ ഈ കോണ ഉണ്ടാക്കി കൊടുക്കാൻ അറിയുള്ളൂ. മറ്റുള്ളവർ ഇതൊക്കെ കണ്ടോണം. എന്റെ ജീവിതം അങ്ങനെയൊന്നും ആയിരിക്കൂല. അത് നമ്മളൊക്കെ എപ്പോഴോ അഡ്വാൻസ് ആയി കഴിഞ്ഞു. പിന്നെ അല്ല. അപ്പൊ എന്നാ ശരി. അപ്പൊ എന്താണെങ്കിലും എല്ലാരും കാണുക, സിനിമ OTT-ൽ വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എല്ലാരും കണ്ടിട്ട് ഇങ്ങനെ തെറി വിളിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. കാണണം, കണ്ടിരിക്കണം, മസ്റ്റാണ്. അപ്പൊ എന്തായാലും ആളാണ് പറഞ്ഞത് കേട്ടോ, വിഘ്നേഷ് ശിവനാണ് പറഞ്ഞത്. എന്ത്, ഞാൻ SS രാജമൗലിനെ പോലെ, പ്രശാന്ത് നീലിനെ പോലെ, ശങ്കറിനെ പോലെ വലിയ ഒരു ഡയറക്ടർ ആവും. ഓൾ ദി ബെസ്റ്റ്. വൈ ബ്രോ, ഈ മൈൻഡ് വെച്ചിട്ട് ഓക്കെ ബ്രോ, എന്താണെങ്കിലും പോട്ടെ. ബ്രോ, ബൈ.